എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മൃദുൽ. ഞാനിന്നിവിടെ അവതരിപ്പിക്കുന്ന വിഷയത്തിൻ്റെ പേര് ഡിജിറ്റൽ യുഗത്തിലെ ആകുല തലമുറ എന്നുള്ളതാണ്. ആദ്യമായിട്ട് എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന് സാപ്പിയൻസ് എഡ്യൂക്കേഷൻ സൊസൈറ്റിക്ക് നന്ദി പറയുന്നു. പിന്നെ ഇത് ടോക്ക് കേൾക്കാൻ വന്നിട്ടുള്ള നിങ്ങളെല്ലാവരോടും നന്ദി പറയുന്നു. ഡിജിറ്റൽ യുഗത്തിലെ ആകുല തലമുറ എന്ന ഈ ഒരു ടൈറ്റിലുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ ഈ ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം, ഇന്നത്തെ തലമുറ, പ്രത്യേകിച്ച് ജെൻസി എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഉദ്ദേശിക്കുന്നത് 1995 ശേഷം ജനിച്ചിട്ടുള്ള എല്ലാവരുമാണ്. അപ്പോൾ ഈ ആളുകൾക്ക്, ഈ പിള്ളേർക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകം മുഴുവൻ ഒരു ട്രെൻഡ് കാണാം. അതായത് ഇപ്പോൾ പിള്ളേർ കൂടുതൽ ആങ്സൈറ്റി, ഡിപ്രഷൻ, ADHD അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ലോകമെമ്പാടും. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണങ്ങൾ, എന്തൊക്കെ നമുക്കതിന് ചെയ്യാം, എന്താണ് അതിൻ്റെ പരിഹാരങ്ങൾ, ഇതൊക്കെയാണ് ഞാൻ ഈ ടോക്കിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ജോനാഥൻ ഹെയ്റ്റ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ സൈക്കോളജിസ്റ്റ് ഉണ്ട്. ആളുടെ ദ ആങ്ഷ്യസ് ജനറേഷൻ എന്ന് പറയുന്ന ബെസ്റ്റ് സെല്ലറായിട്ടുള്ളൊരു പുസ്തകമുണ്ട്. അപ്പോൾ ആ പുസ്തകമാണ് ഞാൻ ഈ ഒരു ടോക്കിന് വേണ്ടിയിട്ട് റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങളെല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് അതെന്നാണ് ഞാൻ പറയാം. കാരണം ഇത് ഇത്രയും സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. ഈ വിഷയം സീരിയസ് ആയതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു സ്ഥിരം അപ്രോച്ചിൽ നിന്ന്, അതായത് വല്ലാതെ അക്കാഡമിക്കലായിട്ട് പോകാതെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ എത്രയും ലളിതമായി ഈ വിഷയം അവതരിപ്പിക്കാൻ പറ്റുമോ അങ്ങനെ അവതരിപ്പിക്കാനുള്ളൊരു ശ്രമമാണ് ഞാനിവിടെ നടത്താൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഇപ്പോൾ ഒരു അക്കാഡമിക് ആ ഒരു രീതിയിൽ നോക്കി കാണുന്ന ആളുകൾക്ക് ചിലപ്പോൾ എൻ്റെ ഒരു ടോക്ക് ചിലപ്പോൾ എന്നെ നിരാശപ്പെടുത്തിയേക്കാം അവരെ. ഞാൻ പറയുന്ന എല്ലാ കാര്യത്തിനും ഈ പുസ്തകത്തിനകത്ത് റെഫറൻസ് ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പുസ്തകം നോക്കാവുന്നതാണ്. ഇത് ഡാറ്റയാണ് US കാരണം അവിടെയൊക്കെ കൃത്യമായിട്ട് പഠനങ്ങൾ നടക്കുന്നുണ്ട്, നമ്മളിവിടുത്തെ പോലെയല്ല. അപ്പോൾ ആദ്യത്തെ ഈ സ്ലൈഡിൽ കാണിക്കുന്നത് ഡിപ്രഷൻ, മേജർ ഡിപ്രഷൻ. കഴിഞ്ഞ വർഷം 12 തൊട്ട് 17 വയസ്സ് വരെയുള്ള കുട്ടികളിൽ, അമേരിക്കയിലുള്ള കുട്ടികളിൽ ഒരു മേജർ ഡിപ്രഷൻ എപ്പിസോഡ്, അതിൻ്റെ സിംറ്റംസിൻ്റെ ബേസിൽ നടത്തിയിട്ടുള്ള ഒരു സ്റ്റഡി, US നാഷണൽ സർവേ ഓൺ ഡ്രഗ് യൂസ് ആൻഡ് ഹെൽത്ത്, അതാണ് സോഴ്സ്. അവർ നടത്തിയിട്ടുള്ള സ്റ്റഡി. അതിൽ പറയുന്നത് ഇപ്പോൾ 2010 തൊട്ട്, നിങ്ങൾ ഈ ഞാനിനി കാണിക്കാൻ പോകുന്ന ചാർട്ടിലൊക്കെ ഒരു കോമൺ പാറ്റേൺ കാണാം. ഇപ്പോൾ 2010 തൊട്ട് 2015 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ പറയുന്ന സിംറ്റംസ് എല്ലാം കൂടിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ട്രെൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ചാർട്ടിനകത്ത് നിങ്ങൾക്ക് കാണാം, 2010 തൊട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മേജർ ഡിപ്രഷൻ എപ്പിസോഡ്സ് ഗേൾസിൽ 145% കൂടി എന്നുള്ളതാണ് 2020 ആകുമ്പോഴേക്ക്. ബോയ്സിന് 161%. ഇനി അടുത്ത ചാർട്ടിനകത്ത് ഇത് അമേരിക്കൻ കോളേജ് ഹെൽത്ത് എഡ്യൂക്കേഷൻ അവർ നടത്തിയിട്ടുള്ള സ്റ്റഡി ഇതാണ്. അതാണ് അവർ സോഴ്സ് ഈ ഒരു ചാർട്ടിൻ്റെ. ഇതിൽ കാണിക്കുന്നത് എന്താ വെച്ചാൽ പെർസെൻറ്റേജ് ഓഫ് US അണ്ടർ ഗ്രാജുവേറ്റ്സ് വിത്ത് ഈച്ച് of several mental illnesses, rates of diagnosis of various mental illnesses increased in the 2010s among college students. Anxiety, depression, ADHD അങ്ങനെയൊക്കെയുള്ള മെൻ്റൽ ഇൽനെസ്, അതിൻ്റെയൊക്കെ ഒരു പേഴ്സൻറ്റേജാണ് കാണിക്കുന്നത്. ആങ്സൈറ്റി 134% കൂടി 2010 വെച്ച് നോക്കുമ്പോൾ. ഡിപ്രഷൻ 106% കൂടി. ADHD നോക്കുകയാണെന്നുണ്ടെങ്കിൽ 72% കൂടി. ബൈപ്പോളർ 57%, അനോറക്സിയ 100%, സബ്സ്റ്റൻസ് അബ്യൂസ് ഓർ അഡിക്ഷൻ 33%, സ്കിസോഫ്രീനിയ 67%. ഇനി നേരത്തെ നമ്മൾ ഡിപ്രഷൻ്റെ കണ്ടു, ഇത് ആങ്സൈറ്റി. ഇതും US നാഷണൽ സർവേ ഓൺ ഡ്രഗ് യൂസ് ആൻഡ് ഹെൽത്ത് അവർ തരുന്ന ഡാറ്റയാണ്. ഹൈ ലെവൽസ് ഓഫ് ആങ്സൈറ്റി ബൈ ഏജ് ഗ്രൂപ്പ്. അപ്പോൾ 18 തൊട്ട് 25 വയസ്സ് വരെയുള്ള പിള്ളേർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 139% ഇൻക്രീസ് വന്നിട്ടുണ്ട് ആങ്സൈറ്റി പ്രിവലൻസ് 2010 തൊട്ട് നോക്കുമ്പോൾ. 26 തൊട്ട് 34 വയസ്സ് വരെയുള്ളവർ നോക്കുമ്പോൾ 103%. 35 തൊട്ട് 49 വയസ്സ് വരെയുള്ളവർ നോക്കുകയാണെങ്കിൽ 52%. 50+ ഏജ് ഉള്ളവർ 8% ഡിക്രീസാണ്. പറഞ്ഞു വരുന്നത്, ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജെൻസി, അവരിലാണ് ഈ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അതിന് മുന്നുള്ള തലമുറകളിൽ അങ്ങനെ അത്ര വലിയ പ്രശ്നം വരുന്നില്ല. ഇനി
എമർജൻസി റൂം വിസിറ്റ്സിൻ്റെ ഡാറ്റയാണിത്. US സെൻറ്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ, നാഷണൽ സെൻറ്റർ ഫോർ ഇഞ്ചുറി പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ അവർ തരുന്ന ഡാറ്റയാണ്. ഇപ്പോൾ 1,00,000 അതായത് 10 തൊട്ട് 14 വയസ്സ് വരെയുള്ള പിള്ളേർ ലക്ഷത്തിൽ കണക്കെടുക്കുകയാണെങ്കിൽ അത് എത്ര പേര് സെൽഫ് ഹാം, അത്ര അപകടകരമല്ലാത്ത രീതിയിൽ സ്വയം മുറിപ്പെടുത്തിയിട്ട് ആശുപത്രിയിൽ ഈ എമർജൻസി റൂം വിസിറ്റ്സ് അതിൻ്റെ കണക്കാണ് കാണിക്കുന്നത്. അതിനകത്ത് ഗേൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 188% ഇൻക്രീസാണ് 2010 തൊട്ട്. ബോയ്സ് നോക്കുകയാണെങ്കിൽ 48% ഇൻക്രീസ്. അടുത്തത് സൂയിസൈഡ് റേറ്റ്സ് ആണ് 10 തൊട്ട് 14 വയസ്സ് വരെയുള്ള പിള്ളേരിൽ. ബോയ്സ് നോക്കുകയാണെങ്കിൽ 91% ഇൻക്രീസ്. ഗേൾസ് 167% ഇൻക്രീസ്. ഈ പ്രശ്നങ്ങൾ കൂടുതലും അഫക്റ്റ് ചെയ്യുന്നത് പുരുഷന്മാരെക്കാളും സ്ത്രീകളെയാണെന്നുള്ളതും ഈ ഒരു ചാർട്ടുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 2010 തൊട്ട് 2015 വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇതെല്ലാം എക്സലറേറ്റ് ചെയ്ത് പോകുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ കയറി പോവുകയാണ്. എന്താണ് ഈ 2010 തൊട്ട് 2015 വരെയുള്ള കാലഘട്ടത്തിൽ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഈ പിള്ളേരിൽ ഈ പറയുന്ന സൂയിസൈഡ് റേറ്റ്സ്, മെൻ്റൽ ഇൽനെസ്സസ്, ആൻസൈറ്റി, ഡിപ്രഷനൊക്കെ കൂടുന്നത്? എന്തുകൊണ്ടാണ് കൂടുതൽ അവർ സെൽഫ് ഹാം ചെയ്യുന്നത്? എന്താണ് ഇതിൻ്റെയൊക്കെ കാരണം? അപ്പോൾ എന്താണ് സംഭവിച്ചത് ഈ ഒരു 2010 തൊട്ട് 2015 വരെയുള്ള കാലഘട്ടത്തിൽ? അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ ഇത്രയും കാണിച്ചത് US ചാർട്ടുകളാണ്. പക്ഷേ നമ്മളെല്ലാ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ നോക്കിക്കഴിഞ്ഞാലും ഇതേ ഒരു ട്രെൻഡ് കാണാം. ബാക്കി അത്ര വികസിതമല്ലാത്ത രാജ്യങ്ങളിൽ ഇങ്ങനെ കൃത്യമായി പഠനങ്ങളൊന്നും നടക്കാത്തതുകൊണ്ട് നമുക്ക് അറിയില്ല അവിടെ കൃത്യമായിട്ട് ട്രെൻഡ് എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ അതിങ്ങനെ തന്നെയായിരിക്കും എന്ന് തന്നെയാണ് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുക. കാരണം ഇതിൻ്റെ ഈ പറയുന്ന പ്രശ്നങ്ങളുടെയൊക്കെ മൂല കാരണം അത് ലോകത്തെല്ലായിടത്തും ഒരുപോലെ കാണുന്നതാണ്. അതെന്താണ് എന്ന് ചോദിച്ചാൽ ഈ 2010 തൊട്ട് 2015 വരെയുള്ള കാലഘട്ടത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്മാർട്ട് ഫോണുകൾ വളരെ വ്യാപകമായി. പ്രത്യേകിച്ച് ഫ്രണ്ട് ക്യാമറ, സെൽഫി എടുക്കാൻ പറ്റുന്ന ഫ്രണ്ട് ക്യാമറയുള്ള സ്മാർട്ട് ഫോണുകൾ. അതിൻ്റെ ഒപ്പം തന്നെ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ആക്സസിബിളായി. അതിൻ്റെ ഒപ്പം തന്നെ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ്, ടിക്ടോക്ക്, സ്നാപ്ചാറ്റ് ഇതൊക്കെ വ്യാപകമായി. അതിൻ്റെ ഒപ്പം തന്നെ വീഡിയോ ഗെയിമുകൾ, പ്രത്യേകിച്ച് ബോയ്സിനെ അഫക്റ്റ് ചെയ്യുന്നതാണ് വീഡിയോ ഗെയിംസ്, കൂടുതൽ അഡ്വാൻസ്ഡ് ആയി. സ്മാർട്ട് ഫോണുകൾ, സോഷ്യൽ മീഡിയ, പിന്നെ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ്, വീഡിയോ ഗെയിംസ് ഇതൊക്കെയാണ് ഈ പ്രശ്നങ്ങളുടെ കാരണം. ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളുടെ കാരണം. ഇപ്പം ഈ സാധനങ്ങളൊക്കെ വന്നപ്പോൾ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളുടെ ചൈൽഡ്ഹുഡ്, പ്ലേ ബേസ്ഡ് ചൈൽഡ്ഹുഡ് മാറി ഫോൺ ബേസ്ഡ് ചൈൽഡ്ഹുഡായി. ഒരു ഗ്രേറ്റ് റീവയറിങ് നടക്കുകയാണ് ബ്രെയിനിൽ. അങ്ങനെയാണ് ജോനാഥൻ ഹെയ്ത്ത് ഈ ഒരു പ്രതിഭാസത്തിനെ വിശേഷിപ്പിക്കുന്നത്. കുട്ടികൾ കളിച്ച് വളരേണ്ട പ്രായത്തിൽ കളിക്കുന്നുണ്ട്, പക്ഷേ എവിടെയാണ്? ഫോണിലാണ്. ലക്ഷക്കണക്കിനും വർഷങ്ങൾ നമ്മളുടെ പൂർവികന്മാർ കുട്ടികൾ കളിച്ച് വളർന്ന കുട്ടികളുണ്ടല്ലോ, സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മുടെ കുട്ടികളിൽ ഉണ്ടായി വരേണ്ട മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള വളർച്ചകളും വികാസങ്ങളും ഒക്കെ അവിടെ ഹൈജാക്ക് ചെയ്യാണ് ഈ പറയുന്ന ടെക്നോളജി എല്ലാം. അതാണ് ഈ പറയുന്ന പ്രശ്നങ്ങളുടെയൊക്കെ മൂല കാരണം എന്നുള്ളതാണ് ഈ പുസ്തകത്തിനകത്ത് ജോനാഥൻ ഹെയ്റ്റ് സമർത്ഥിക്കുന്നത്. അതിന് പുള്ളി ഇഷ്ടംപോലെ ഡാറ്റ, ഇഷ്ടംപോലെ സ്റ്റഡീസ് കോട്ട് ചെയ്യുന്നുണ്ട്, ചാർട്ടുകൾ ഇഷ്ടംപോലെ ഉണ്ട് അതിനകത്ത്. എന്താണ് കുട്ടികൾ ചെയ്യേണ്ടത്? കുട്ടികൾക്ക് അല്ലെങ്കിൽ എന്താണ് വേണ്ടത്? ജോനാഥൻ ഹെയ്റ്റ് പറയുന്നു, പ്ലേ ഇസ് ദ വർക്ക് ഓഫ് ചൈൽഡ്ഹുഡ് ആൻഡ് ഓൾ യങ് മാമൽസ് ഹാവ് ദ സെയിം ജോബ്. വയർ അപ്പ് യുവർ ബ്രെയിൻ ബൈ പ്ലേയിങ് വിഗറസ്ലി ആൻഡ് ഓഫൺ. കുട്ടികളുടെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിയാണ്, കളിക്കുക. അത് മനുഷ്യക്കുട്ടികളുടെ കാര്യം പോലുമല്ല, എല്ലാ മാമൽസിൻ്റെയും കുട്ടികളുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ജോലി എന്ന് പറയുന്നത് കളിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതെന്താണ്? ഫോണിൽ കളിക്കലല്ല. നമ്മളുടെയൊക്കെ
ഈ എൻ്റെ മുന്നേ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും നമ്മൾ ചെറുപ്പത്തിൽ എങ്ങനെ കളിച്ച് വളർന്നത് അങ്ങനെയാണ് കുട്ടികൾ കളിച്ച് വളരേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? കുട്ടികളിപ്പോൾ കളിക്കുന്നത് വെർച്വൽ വേൾഡിലാണ്, റിയൽ വേൾഡിലല്ല. എന്താണ് ഈ വെർച്വൽ വേൾഡും റിയൽ വേൾഡും തമ്മിലുള്ള വ്യത്യാസം? ഇപ്പോൾ റിയൽ വേൾഡ് 4 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്, 4 ഫീച്ചേഴ്സ് റിയൽ വേൾഡിന്. അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള 4 ഫീച്ചേഴ്സാണ് വെർച്വൽ വേൾഡിൽ നടക്കുന്നത്. അത് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇനി അടുത്ത സ്ലൈഡിൽ ഞാൻ പറയുന്നത്. റിയൽ വേൾഡ് എംബോഡീഡ് ആണ്. ദേ ആർ എംബോഡീഡ്, മീനിങ് ദാറ്റ് വി യൂസ് അവർ ബോഡീസ് ടു കമ്മ്യൂണിക്കേറ്റ്. വി ആർ കോൺഷ്യസ് ഓഫ് ദ ബോഡീസ് ഓഫ് അതേഴ്സ് ആൻഡ് വി റെസ്പോണ്ട് ടു ദ ബോഡീസ് ഓഫ് അതേഴ്സ് ബോത്ത് കോൺഷ്യസ്ലി ആൻഡ് അൺകോൺഷ്യസ്ലി. റിയൽ വേൾഡിൽ കുട്ടികളുടെ ഇടയിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ എംബോഡീഡ് ആണ്. അവിടെ റിയൽ ബോഡികളുണ്ട്, ശരീരങ്ങളുണ്ട്. കുട്ടികൾ കണ്ട് ആണ് സംസാരിക്കുന്നത്, നേരിട്ടാണ് കണ്ണിൽ നോക്കിയാണ് സംസാരിക്കുന്നത്. പക്ഷേ അതിന് ഓപ്പോസിറ്റായിട്ട് വെർച്വൽ വേൾഡിൽ ദേ ആർ ഡിസംബോഡീഡ്, മീനിങ് ദാറ്റ് നോ ബോഡി ഈസ് നീഡഡ്, ജസ്റ്റ് ലാംഗ്വേജ്. പാർട്ട്നേഴ്സ് കുഡ് ബി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസസ്. ഇപ്പോൾ വെർച്വൽ വേൾഡിനകത്തുള്ള കമ്മ്യൂണിക്കേഷൻ, കുട്ടികൾ ഫോണിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻ ഡിസംബോഡീഡ് ആണ്. അവിടെ ഒരു പർട്ടിക്കുലർ ബോഡി ഉണ്ടാവണമെന്നൊരു നിർബന്ധമില്ല, ലാംഗ്വേജ് മാത്രം മതി. പലപ്പോഴും ഈ കുട്ടികൾ സംസാരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോടാണ്. അതാണ് വ്യത്യാസം, ആദ്യത്തെ വ്യത്യാസം. രണ്ടാമത്തെ വ്യത്യാസം, റിയൽ വേൾഡ് സിങ്ക്രോണസ് ആണ്. ദേ ആർ സിങ്ക്രോണസ്, വിച്ച് മീൻസ് ദേ ആർ ഹാപ്പനിങ് അറ്റ് ദ സെയിം ടൈം വിത്ത് സബ്റ്റിൽ ക്യൂസ് അബൌട്ട് ടൈമിങ് ആൻഡ് ടേൺ ടേക്കിംഗ്. റിയൽ വേൾഡിൽ കുട്ടികളുടെ ഇടയിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇടപെടൽ സിങ്ക്രോണസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ടൈമിലാണ് നടക്കുന്നത്. കുട്ടികൾ കളിക്കുന്നത്, മറ്റേ കുട്ടികളെ കാണുന്നുണ്ട്, അവരെ പിന്നാലെ ഓടുന്നുണ്ട്, ഒക്കെ അവരോട് സംസാരിക്കുന്നതൊക്കെ റിയൽ ടൈമിലാണ്. പക്ഷേ വെർച്വൽ വേൾഡ് ദേ ആർ ഹെവിലി അസിങ്ക്രോണസ്, ഹാപ്പനിങ് വയ ടെക്സ്റ്റ് ബേസ്ഡ് പോസ്റ്റ് ആൻഡ് കമൻറ്റ്സ്. ഇപ്പോൾ ഫേസ്ബുക്കിൽ നമ്മളിപ്പോൾ ഒരു പോസ്റ്റ് ഇടുന്നു, അതിനപ്പം തന്നെ റിപ്ലൈ കിട്ടണമെന്നില്ലല്ലോ. ഈ റിപ്ലൈ ചെയ്യുന്ന ആൾക്കാർ നമ്മൾ കണ്ടിട്ടോ കേട്ടിട്ടോ പോലും ഇല്ലാത്ത ആൾക്കാരായിരിക്കും. പല സമയത്താണ് നടക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അത് അസിങ്ക്രോണസ് ആണ്, സെയിം ടൈമിലാവണമെന്നില്ല അത് ഹാപ്പൻ ചെയ്യുന്നത്. ഇനി റിയൽ വേൾഡിൽ ദ ഇൻവോൾവ് പ്രൈമർലി 1-to-1 or 1-to-several കമ്മ്യൂണിക്കേഷൻ വിത്ത് ഓൺലി 1 ഇൻട്രാക്ഷൻ ഹാപ്പനിങ് അറ്റ് എ ഗിവൺ മൊമെൻറ്റ്. ഇപ്പോൾ റിയൽ വേൾഡിനകത്ത് നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ ഒന്നിൽ 1-to-1 ആണ്, അല്ലെങ്കിൽ 1-to-several, കുറച്ച് കുട്ടികൾ. അതേസമയം വെർച്വൽ വേൾഡിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ 1-to-many ആണ്. നമ്മളിപ്പോൾ ഒരു പോസ്റ്റ് ഇടുന്നു അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യുന്നു, അത് ആയിരക്കണക്കിനും ലക്ഷക്കണക്കിനും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എണ്ണ അനുസരിച്ച് ചിലപ്പോൾ അതിൽ കൂടുതലൊക്കെ ആൾക്കാരത് കാണുന്നുണ്ട്. 1-to-many കമ്മ്യൂണിക്കേഷനാണ്. മൾട്ടിപ്പിൾ ഇൻട്രാക്ഷൻ അതിൻ്റെ അടിയിൽ നടക്കും. ഓരോ കമൻറ്റിൻ്റെ കീഴിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ പല സമയത്ത് പല രീതിയിലൊക്കെ ഇൻട്രാക്ഷൻ വരും. ഇനി റിയൽ വേൾഡിൽ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ്. They take place within communities that have a high bar for entry and exit. So people are strongly motivated to invest in relationships and repair rifts when they happen. ഇപ്പോൾ റിയൽ വേൾഡിൽ നമ്മൾ ചെറുപ്പത്തിൽ നമ്മളുടെ കൂട്ടുകാരെന്ന് പറയുന്നത് നമ്മുടെ വീടിനടുത്തുള്ള പിള്ളേരായിരിക്കും അല്ലേ, അതല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സ്കൂളിൽ നമ്മുടെ ക്ലാസ്മേറ്റ്സ്, നമ്മുടെ ചുറ്റുള്ള ആളുകൾ. അപ്പോൾ ഈ കമ്മ്യൂണിറ്റീസ് ഉണ്ടല്ലോ, നമ്മളുടെ നെയ്ബേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ മേറ്റ്സ് അല്ലെങ്കിൽ ക്ലാസ്മേറ്റ്സ്, നമ്മുടെ അടുത്തുള്ള ഗ്രൂപ്പിലുള്ള ആൾക്കാർ, ഇവിടെ നിന്ന് നമുക്ക് എക്സിറ്റ് ആവാൻ എളുപ്പമല്ല. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഇവരാണ് ഇപ്പം നമ്മുടെ നെയ്ബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവിടെ തന്നെ ഉണ്ട് അല്ലേ, അവരാണ് നമ്മുടെ എന്താ പറയുക, നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ആകെയുള്ള കൂട്ടുകാർ. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അത് പരിഹരിക്കാൻ ശ്രമിക്കുകയുള്ളൂ. നമ്മളതിന് രക്ഷപ്പെട്ട് ഒളിച്ചോടാൻ അങ്ങനെയല്ല ശ്രമിച്ചത്. നമ്മൾ കുട്ടിക്കാലത്തൊക്കെ അങ്ങനെയായിരുന്നു. പ്രശ്നങ്ങൾ വരും സ്വാഭാവികമായിട്ടും. പിള്ളേർ നല്ല മനുഷ്യന്മാർ എവിടെയൊക്കെ ഉണ്ടോ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ എന്ത് ചെയ്യാം, ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച്, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവരെ ഉപേക്ഷ അങ്ങ് ഓടിക്കളയല്ല, പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് പരിഹരിച്ച് മുറിവുകളൊക്കെ എന്താ പറയുക കൂട്ടി തുന്നിച്ചേർത്ത് ആ ഒരു സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്തിരുന്നത് കളികളിലൂടെയാണ്. പക്ഷേ വെർച്വൽ വേൾഡിൽ എന്താണ്, ആ എൻട്രി ആൻഡ് എക്സിറ്റ് വളരെ ഈസിയാണ്. ഫേസ്ബുക്കിൽ ഒരാളെ നമുക്ക് ഇഷ്ടമില്ല, ബ്ലോക്ക് ചെയ്ത് ഞാൻ തീർന്നു, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് നമ്മൾ എക്സിറ്റ് അടിച്ചു തീർന്നു. അവിടെ ബന്ധങ്ങൾക്കൊന്നൊരു സ്ഥിരത ഇല്ല, ഒരു ഗ്യാരണ്ടി ഇല്ല. അവിടെ ഈ റിപ്പയർ ചെയ്യാന്നുള്ളൊരു പരിപാടിയൊന്നും നടക്കുന്നില്ല. ഇപ്പോൾ
ജോനാഥൻ ഹൈറ്റ് ഈ ഒരു എന്താ പറയുക, നമ്മളുടെ കുട്ടിക്കാലങ്ങളെ, ഇപ്പം നമ്മളുടെയൊക്കെ പ്രായമായിട്ടുള്ള ആൾക്കാരുടെ കുട്ടിക്കാലങ്ങളൊക്കെ പ്ലേ ബേസ്ഡ് ചൈൽഡ്ഹുഡ് എന്നാണ് വിളിക്കുന്നത്. ഇപ്പോഴത്തെ ഈ ജൻസി പിള്ളേരുടെ കുട്ടിക്കാലത്തിന് ഫോൺ ബേസ്ഡ് ചൈൽഡ്ഹുഡ് എന്നും. അപ്പോൾ ഈ പ്ലേ ബേസ്ഡ് ചൈൽഡ്ഹുഡ് ഞാൻ പറഞ്ഞു, അതിന് നേരത്തെ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. റിയൽ എംബോഡീഡ് ആണ്, സിങ്ക്രോണസ് ആണ്, 1-to-1 or 1-to-several അവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. പിന്നെ ജോയിൻ ചെയ്യാനും ലീവ് ചെയ്യാനും കോസ്റ്റ് ഉണ്ട്. പക്ഷേ ഫോൺ ബേസ്ഡ് ചൈൽഡ്ഹുഡ് ഇങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. ഡിസംബോഡീഡ് ആണ്, അസിങ്ക്രോണസ് ആണ്, 1-to-many. പിന്നെ വെർച്വൽ ഗ്രൂപ്പ്സിലൊക്കെ എക്സിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ്. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾ അവരുടെ വളരെ വൾണറബിൾ ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പീരീഡിലൂടെ കടന്നു ചെല്ലുന്ന സമയത്ത് എവല്യൂഷണറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു, ഇപ്പോൾ ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് നമ്മുടെ പൂർവികർ കളിച്ച് വളർന്ന ഒരു എൻവയോൺമെൻറ്റാണ് നമ്മളുടെ ബ്രെയിൻ പ്രതീക്ഷിക്കുന്നത് കുട്ടികളുടെ. പക്ഷേ ആ എക്സ്പീരിയൻസസ് കിട്ടുന്നില്ല ഇന്നത്തെ കുട്ടികൾക്ക്. കാരണം ഈ ഫോണും ഈ സോഷ്യൽ മീഡിയയും കാരണം. അതുകൊണ്ട് ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യേകതകൾ ഉണ്ടാകും, നമ്മൾ നേരത്തെ കണ്ടതുപോലെ. ഇപ്പോൾ ഒരു ഉദാഹരണം ഈ പുസ്തകത്തിനകത്ത് ഡേവിഡ് വെസ് പറയുന്നുണ്ട്, ജോനാഥൻ ഹൈറ്റ് പറയുന്നുണ്ട്. നമ്മൾ സിമൻറ്റും മണലും വെള്ളം കൂട്ടി ഒരു മിക്സ് ഉണ്ടാക്കുന്നത്, അത് ഉറക്കുന്നതിന് മുമ്പ് അതിന് നമ്മൾ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ അപ്പം തന്നെ അത് മാഞ്ഞു പോകും. അത് ഉറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നും എഴുതാനും പറ്റില്ല. പക്ഷെ അതിൻ്റെ ഇടയിലുള്ള ഒരു ക്രിട്ടിക്കൽ പീരീഡില്ലേ, അവിടെ നമ്മൾ എഴുതി വയ്ക്കുന്നത് ജീവിതകാലം മുഴുവൻ അവിടെ നിൽക്കും. അപ്പോൾ ഈ മനുഷ്യരിൽ ഈ പറയുന്ന പോലെ അവരെ വ്യക്തിത്വ വികാസത്തിൻ്റെ, മാനസിക വളർച്ചയുടെയൊക്കെ ഒരു വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു സ്റ്റേജിൽ ഈ ഫോണും ഈ സോഷ്യൽ മീഡിയ, ഈ പറയുന്ന ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് കുത്തി വരയ്ക്കുകയാണ്. ജീവിതകാലം മുഴുവൻ അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണ്. നമ്മളതിപ്പോൾ തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ US നേരത്തെ കണ്ടാൽ ചിലപ്പോൾ ഇപ്പോഴേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. നമ്മളുടെ സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അത് ശരിയാണിത് ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ടെന്നുള്ളത്, നമുക്കിവിടെ പ്രോപ്പർ സ്റ്റഡീസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അറിയില്ല. പക്ഷെ ഞാൻ ഇപ്പം എൻ്റെ ജോലി സംബന്ധമായിട്ട് കുറച്ച് സ്കൂളുകളിൽ ഇങ്ങനെ പോയിരുന്നു. പ്രിൻസിപ്പാൾസിൻ്റെ അടുത്ത് സംസാരിച്ച സമയത്ത് അവരും പറഞ്ഞു, ഇപ്പോഴത്തെ പിള്ളേർ ഫോൺ പിടിച്ച് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ യുദ്ധമാണ്. പേരൻസിന് പേടിയാണ് അങ്ങനെ ചെയ്യാൻ. ഇവരെന്തെങ്കിലും ചെയ്ത് കളയോ, സൂയിസൈഡ് ചെയ്യുമെന്നൊക്കെ. ആ രീതിയിലാണ് അഡിക്ഷൻ ഇപ്പോൾ പിള്ളേരുടെ, ഫോൺ അഡിക്ഷൻ. ഫോണിന് മാത്രമല്ല, ഇപ്പോൾ ബോയ്സ് ആണെന്നുണ്ടെങ്കിൽ വീഡിയോ ഗെയിംസ്, ഗേൾസ് ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാം. ഈ ഫോണും ഈ പറയുന്ന സോഷ്യൽ മീഡിയ അത് മാത്രമാണോ പ്രശ്നം എന്ന് ചോദിച്ചാലല്ല, അത് പ്രശ്നമാണ്. പക്ഷെ അതിൻ്റെ കൂടെ വേറെ പാരലായിട്ട് വേറൊരു സംഭവം കൂടെ നടക്കുന്നുണ്ട്. സേഫ്റ്റീസം എന്നാണ് ജോനാഥൻ ഹൈറ്റിനെ വിളിക്കുന്നത്. പേരൻസിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പോഴത്തെ പേരൻസിൻ്റെ. ചെറിയ പിള്ളേരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് പിള്ളേർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പേരൻസ് തലവിറ്റി വീടും. ഇപ്പോഴത്തെ പേടി, പിള്ളേർക്ക് എന്തെങ്കിലും പറ്റിയാലോ ഭയങ്കര അതായത് ഇന്നത്തെ പേരൻസ് റിയൽ വേൾഡിൽ പിള്ളേരെ ഓവർ പ്രൊട്ടക്റ്റ് ചെയ്യാണ്. അത്രയും പ്രൊട്ടക്ഷൻ പിള്ളേർക്ക് ആവശ്യമില്ല. പക്ഷേ ആവശ്യമില്ലെന്ന് മാത്രമല്ല, ശരിക്കും ആ ഒരു ഓവർ പ്രൊട്ടക്ഷൻ അവരുടെ വ്യക്തിത്വ വികാസത്തിനെ പ്രതികൂലമായിട്ട് ബാധിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങൾ ഈ സ്കൂളിൽ മറ്റേ സൈക്കിളിനകത്തൊക്കെ ചുറ്റി നടന്ന് കണ്ട ലോകങ്ങൾക്കൊന്നും കണക്കില്ല. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേരെ എനിക്കറിയില്ല പേരൻസ് അങ്ങനെ വിടുന്നുണ്ടോ എന്നുള്ളത്, എനിക്ക് സംശയമാണ്. പുറത്തിറങ്ങിയ പേടിയാണ്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളുടെയൊക്കെ കുട്ടിക്കാലം വെച്ച് നോക്കുന്ന സമയത്ത് എത്രയോ സേഫാണ് ഇന്നത്തെ എല്ലാ വീട്ടിലും CCTV ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അമ്മമാർക്ക് അച്ഛന്മാർക്കൊക്കെ പേടിയാണ് പിള്ളേർ പുറത്തിറങ്ങുന്നതും, അവർക്ക് എന്തെങ്കിലും പറ്റിയാലോ എന്നൊക്കെയല്ലേ. ഈ സേഫ്റ്റീസായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കോൺസെപ്റ്റ് ജോനാഥൻ ഹൈറ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ പുസ്തകത്തിനകത്ത്. അത് പറയുന്നത് വെച്ചാൽ കുട്ടികൾ ആൻറ്റി ഫ്രജൈലാണെന്നാണ്.
എന്ന് വെച്ചാൽ എന്താ അർത്ഥം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഫ്രജൈൽ, ചില ഒബ്ജക്ട്സ് ഫ്രജൈൽ, ഇപ്പോൾ ഒരു ചില്ല് ഗ്ലാസ് ഫ്രജൈലാണ്, നിലത്ത് വീണ് കഴിഞ്ഞാൽ പൊട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് നിലത്ത് വീഴാതെ ശ്രദ്ധിച്ച് കൊണ്ടു നടക്കും. അതേസമയം ഒരു പ്ലാസ്റ്റിക് ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നമില്ല, അത് ഫ്രജൈലല്ല, നിലത്ത് വീണാൽ അത് പൊട്ടില്ല. പക്ഷെ നിലത്ത് വീണതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഫ്രജൈലല്ല, പക്ഷേ നിലത്ത് വീണുകൊണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പക്ഷേ നിലത്തിടയ്ക്കിടയ്ക്ക് വീഴണം, എന്നാൽ മാത്രം അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ പരുവപ്പെടുന്ന ചില സംഭവങ്ങളുണ്ട്. അതാണ് ആൻറ്റി ഫ്രജൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, അല്ലെങ്കിൽ അതിന് ഒരുപക്ഷെ ഏറ്റവും എന്താ പറയുക ആപ്റ്റായിട്ടുള്ളൊരു ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റമാണ്. ഈ ഇമ്മ്യൂണിറ്റി സിസ്റ്റം കൃത്യമായി ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ചൊക്കെ എക്സ്പോഷർ കിട്ടണം, കുറച്ച് ഡേർട്ട്, കുറച്ച് ബാക്ടീരിയ, എന്നാലാണ് പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുമല്ലോ ഇമ്മ്യൂണിറ്റി സിസ്റ്റം. പക്ഷേ ചില പേരൻസ് എന്താ ഭയങ്കര ഹൈജീൻ കോൺഷ്യസ് ആവും, പിള്ളേരങ്ങനെ ഡെറ്റോളിട്ട് അങ്ങ് കുളിപ്പിക്കും. അതേ രീതിയിൽ കുട്ടികളൊക്കെ ബൈ ഡീഫോൾട്ട്, ബൈ നേച്ചർ ആൻറ്റി ഫ്രജൈലാണ്. പിള്ളേർ കുറച്ച് തട്ടുമുട്ടൊക്കെ കിട്ടണം, തട്ടിമറിഞ്ഞ് വീഴണം, കൈമുറിയണം, ഓടിക്കളിക്കും. നമ്മളൊക്കെ മരത്തിങ്ങ് കയറണം, വീഴണം, കാലൊടിയണം. നമ്മൾ പിള്ളേർക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് പേടിച്ച് ഇങ്ങനെ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇവർ വളരുന്നില്ല. അതാണ് സംഭവിക്കുക. ഇവർക്ക് ആവശ്യമുള്ള, ഇവർ ആ പ്രായത്തിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ ബ്രെയിൻ്റെ കാര്യം, അത് കിട്ടുന്നില്ല. അപ്പോൾ ഫോൺ പ്രശ്നമാണ്, സോഷ്യൽ മീഡിയ പ്രശ്നമാണ്, ഈ ഇൻ്റർനെറ്റ് പ്രശ്നമാണ്, വീഡിയോ ഗെയിംസ് പ്രശ്നമാണ്, ഇൻസ്റ്റാഗ്രാമും ഇതൊക്കെ പ്രശ്നമാണ്. പക്ഷേ അതിൻ്റെ കൂടുതലൊരു പ്രശ്നമാണ് ഇപ്പോഴത്തെ പേരൻസിൻ്റെ ഈ ഒരു സേഫ്റ്റീസം. ഇപ്പോൾ സേഫ്റ്റി, കുട്ടികളുടെ സേഫ്റ്റി എന്ന് പറയുന്നത് എന്താ പറയുക, അതൊരു പരമോന്നതമായിട്ടുള്ളൊരു സാധനമാണെന്നുള്ള രീതിയിൽ പെരുമാറുന്നത്. കുട്ടികളെ പുറത്തേക്ക് വിടണം, അവർ കളിക്കണം, അപ്പുറത്തുള്ള പിള്ളേരൊക്കെ ആയിട്ട് കളിക്കണം. അവർ ഓടി കളിക്കുന്നതിനിടയിൽ വീഴും, മുറിവ് പറ്റും. അങ്ങനെ അതൊക്കെ സ്വാഭാവികമാണ്, അതൊക്കെ സംഭവിക്കണം. അങ്ങനെയൊക്കെ തന്നെയാണ് അവർ പഠിക്കുക. അപ്പോൾ ഈ സേഫ്റ്റീസം ഇതൊരു എക്സ്പീരിയൻസ് ബ്ലോക്കറാണ്. കുട്ടികൾ ശരിക്കും അവരുടെ പ്രായത്തിൽ അനുഭവിക്കേണ്ട കാര്യങ്ങളെ ബ്ലോക്ക് ചെയ്യുകയാണ് സേഫ്റ്റീസം. അത് തന്നെയാണ് ഈ ഫോണും ഈ പറയുന്ന ഇൻ്റർനെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യുന്നത്. ഈ ഫോൺ കിട്ടി ആവുമ്പോൾ ഇരിക്കും, സ്കൂളിൽ പോകുന്നതിന് മുന്നേ ആവുമ്പോൾ ഇരിക്കും, സ്കൂൾ വിട്ട് വന്നാൽ അതും ഇരിക്കും, അപ്പോൾ സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും ഇരിക്കും. ഈ ഫോൺ ബേസ്ഡ് ചൈൽഡ്ഹുഡ് കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന 4 ഫൗണ്ടേഷണൽ ഹാംസ്, അതിനെ പറ്റിയാണ് ഞാൻ ഇനി സംസാരിക്കാൻ പോകുന്നത്. 1 സോഷ്യൽ ഡെപ്രിവേഷൻ, 2 സ്ലീപ്പ് ഡെപ്രിവേഷൻ, പിന്നെ അറ്റൻഷൻ ഫ്രാഗ്മെൻറ്റേഷൻ, അഡിക്ഷൻ അടുത്തത്. ഈ 4 പ്രശ്നങ്ങളാണ് ഈ ഫോൺ ബേസ്ഡ് ചൈൽഡ്ഹുഡ് കുട്ടികൾക്ക് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ ഡെപ്രിവേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, സാമൂഹ്യമായിട്ടുള്ളവർ ഇടപെടാൻ പിള്ളേർ ഫോണിൽ തന്നെ ഇരിക്കുക, അവർ അപ്പുറത്തുള്ള കുട്ടികളെ കാണുന്നില്ല. കുട്ടികളെ മാത്രമല്ല, അവരുടെ റോൾ മോഡൽസ് എന്താ, ഇന്ന് ജെൻസിയുടെ റോൾ മോഡൽസ് അച്ഛനമ്മയാണ്. അച്ഛനമ്മേനെ അല്ലാതെ വേറെ ആരും കാണുന്നില്ല അവർ. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല നമ്മളുടെ തലമുറകൾ, നമ്മുടെ പൂർവികരുടെ തലമുറകളൊക്കെ ഇത്രയും കാലം. അവർക്ക് സൊസൈറ്റിയിൽ അവരുടെ പേരൻസ് അല്ലാതെ വേറെ റോൾ മോഡൽസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടാവണം. പേരൻസ് പെർഫെക്റ്റ് അല്ല എല്ലാവരുടെയും. പക്ഷേ ഇന്നത്തെ പിള്ളേർ സമൂഹത്തിൽ വേറെ ആരും കാണുന്നില്ല. ഇത് അമേരിക്കൻ ടൈം യൂസ് സ്റ്റഡി, അതിൻ്റെ ഒരു ചാർട്ടാണ്. ഡെയിലി ആവറേജ് ടൈം സ്പെൻഡ് വിത്ത് ഫ്രണ്ട്സ് ഇൻ മിനിറ്റ്സ്. ഓൺലി ദ യങ്ങസ്റ്റ് ഏജ് ഗ്രൂപ്പ് ഷോസ് എ ഷാർപ്പ് ഡ്രോപ്പ് ബിഫോർ ദ 2020 ഡാറ്റ കളക്ഷൻ വിച്ച് വാസ് പെർഫോംഡ് ആഫ്റ്റർ കോവിഡ് റെസ്ട്രിക്ഷൻസ് ഹാഡ് ബിഗൺ. 15 തൊട്ട് 24 വയസ്സ് വരെയുള്ള പിള്ളേർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഫ്രണ്ട്സിനെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന സമയം മിനിറ്റിൽ കണക്കാക്കുമ്പോൾ 160 മിനിറ്റിൽ നിന്ന്, അതായത് 2003 സമയത്ത് 160 മിനിറ്റ് ആയിരുന്നതെന്ന് 40 മിനിറ്റിലേക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട്. 25 തൊട്ട് 34 വയസ്സ് വരെയുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറവാണ്, പക്ഷേ അത്ര വലിയ കുറവില്ല. ഇപ്പോൾ 60 മിനിറ്റിൽ നിന്ന് അവർ ഏകദേശം ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് ആ ഒരു റേഞ്ചിലേക്ക് വരുന്നു. 35 തൊട്ട് 64 വയസ്സ് വരെയുള്ളവരാണെന്നുണ്ടെങ്കിൽ 40 മിനിറ്റിൽ നിന്ന് 42 നിന്ന് ഏകദേശം ഒരു 35 ആ ഒരു രീതിയിലേക്ക് കുറയുന്നു. പക്ഷേ വലിയ വ്യത്യാസം കാണുന്നത് 15 തൊട്ട് 24 വയസ്സ് വരെയുള്ള പിള്ളേരിലാണ്. ഇനി ഈ പറയുന്ന സ്പെൻഡ് ചെയ്യുന്ന ടൈം ഉണ്ടല്ലോ, ഈ പറയുന്ന 40 മിനിറ്റ്, അതും ഇവർ ഫോൺ പിടിച്ചിട്ടാണ് അപ്പുറത്ത് പോയിരിക്കുന്ന കൂട്ടുകാരുടെ അടുത്ത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതുപോലും അണ്ടർ എസ്റ്റിമേറ്റ് ആണ്.
ഇവർ കൂട്ടുകാരടുത്ത് പോയി ഇരിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. പക്ഷെ എന്താ, അവരുടെ കയ്യിൽ ഫോണും ഉണ്ട്. ഇവരതിനുള്ളിൽ നോട്ടിഫിക്കേഷൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവർ കൂട്ടുകാരിങ്ങനെ നിന്ന് വർത്തമാനം പറഞ്ഞിരിക്കുന്ന ഇടയിൽ ഒരാൾ ഒരു കാര്യം പറയുന്ന സമയത്ത് അപ്പുറത്തൊരു നോട്ടിഫിക്കേഷൻ വരുന്ന ഒരാൾക്ക് എന്താ ചെയ്യുക? അതെടുത്ത് ഇങ്ങനെ നോക്കും. 1 മിനിറ്റ് ഇട്ടാവൊന്നും പറയില്ല പിള്ളേർ. അടുത്ത് നോക്കും. അപ്പോൾ ഈ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്ക് എന്താ തോന്നുന്നു? സ്വാഭാവികമായിട്ട് എൻ്റെ വർത്തമാനത്തെക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആണ് ആ ഫേസ്ബുക്ക് നോട്ടിഫിക്കേഷൻ അല്ലേ? അതായത് പിള്ളേർക്ക് ബന്ധങ്ങൾ ഉണ്ടാവുന്നില്ല ഇപ്പോൾ. അവർക്ക് വലുത് ഈ പറയുന്ന സോഷ്യൽ മീഡിയ നോട്ടിഫിക്കേഷനാണ്. ഇനി ഞാൻ രണ്ടാമത്തെ എന്താ പറയുക, ഫൗണ്ടേഷണൽ ഹാമായിട്ട് പറഞ്ഞു സ്ലീപ്പ് ഡെപ്രിവേഷൻ. ഇത് അടുത്തൊരു ചാർട്ട്. പെർസെൻറ്റേജ് ഓഫ് US സ്റ്റുഡൻസ്, 8ലും 10ലും 12ലൊക്കെ പഠിക്കുന്ന US സ്റ്റുഡൻസ് ഹു ഗെറ്റ് ലെസ് ദാൻ 7 hours ഓഫ് സ്ലീപ്പ് ഓൺ മോസ്റ്റ് നൈറ്റ്. ഗേൾസ് 30% നിന്ന് 32-33% നിന്ന് 50% അടുത്തായി. ബോയ്സ് ആണെങ്കിൽ 25% നിന്ന് ഏകദേശം 40% അടുത്തായി 1991 നിന്ന് 2019 വരുമ്പോൾ. ഈ സ്ലീപ്പ് ഉറക്കമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മാനസിക പ്രശ്നങ്ങളുണ്ടാവും. അത് വെൽ സ്റ്റഡീഡാണ്, വെൽ പ്രൂവണാണ്. ഡിപ്രഷൻ ഉണ്ടാവും, ആങ്സൈറ്റി ഉണ്ടാവും, ഇറിറ്റബിലിറ്റി ഉണ്ടാവും, കോഗ്നിറ്റീവ് ഡെഫിസിറ്റ് ഉണ്ടാവും, പുവർ ലേണിംഗ്, ലോവർ ഗ്രേഡ്സ്, മോർ ആക്സിഡൻറ്റ്സ് ആൻഡ് മോർ ഡെത്ത്സ് ഫ്രം ആക്സിഡൻറ്റ്സ്. ഇതെല്ലാം ഉറക്കമില്ലെങ്കിൽ വരും. ഈ ഉറക്കമില്ലായ്മയ്ക്ക് കാരണം എന്താണ്? ഈ ഫോണും ഈ സോഷ്യൽ മീഡിയ ചെയ്താൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന എല്ലാത്തിനും കാരണം ഇൻഡയറക്റ്റ്ലി ഈ പറയുന്ന ഫോണും സോഷ്യൽ മീഡിയ ഇതൊക്കെയാണ്. എന്തൊക്കെയാണെന്ന് ആലോചിക്കണം. ഡിപ്രഷൻ, ആങ്സൈറ്റി, നമ്മൾ നേരത്തെ കണ്ടതല്ല, ഇറിറ്റബിലിറ്റി, കോഗ്നിറ്റീവ് ഡെഫിസിറ്റ്സ്. പിള്ളേർക്ക് പഠനത്തിനെ ബാധിക്കുന്നുണ്ട്, അവരുടെ മാർക്സിനെ ബാധിക്കുന്നുണ്ട്, അക്കാഡമിക് പെർഫോമൻസിനെ ബാധിക്കുന്നുണ്ട്, ലോവർ ഗ്രേഡ്സ്. പിന്നെ ആക്സിഡൻസ് കൂടുന്നു, ഡെത്ത്സ് കൂടുന്നു ആക്സിഡൻറ്റ് വഴിയുള്ള. അടുത്ത പ്രശ്നം അറ്റൻഷൻ ഫ്രാഗ്മെൻറ്റേഷൻ. ഈ അറ്റൻഷൻ, നമ്മളൊരു കാര്യത്തിൽ ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ള നമ്മളുടെ ആ ഒരു കഴിവ്, അതിനെ ഈ ഫോണും സോഷ്യൽ മീഡിയ കൂടി നശിപ്പിച്ചുകൊണ്ടിരിക്കുക. പിള്ളേർക്ക് ഈ കണ്ടിന്യൂസ് ആയിട്ട് ഈ നോട്ടിഫിക്കേഷൻ വന്ന് ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ള ഒരു സംഭവം നഷ്ടപ്പെട്ടു പോയി. അവസാനത്തെയാണ് അഡിക്ഷൻ. അഡിക്ഷൻ ഏതൊരു കാര്യത്തിലുള്ള അഡിക്ഷൻ പോലെയും വിഡ്രോവൽ സിംറ്റംസ്, ആങ്സൈറ്റി, ഇറിറ്റബിലിറ്റി, ഇൻസോമിനിയ, ഡിസ്ഫോറിയ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഈ ഫോണൊന്ന്, അതാ ഞാൻ നേരത്തെ പറഞ്ഞേ, ഞാൻ മറ്റേ ഇവിടുത്തെ സ്കൂളുകളിലെ പ്രിൻസിപ്പൽസിനെ കണ്ട, എൻ്റെ ജോലിയുടെ ആവശ്യത്തിന് കണ്ട സമയത്ത് അവർ പറഞ്ഞ അതേ കാര്യമാണ്. പേരൻസിന് പേടിയാണ് അവരൊന്ന് ഫോൺ മേടിക്കാൻ, കാരണം അഡിക്റ്റഡാണ് അവർ. ഒരു മദ്യാസക്തി പോലെ, അല്ലെങ്കിൽ മദ്യം കിട്ടാണ്ടാക്കി കഴിഞ്ഞാൽ അയാൾ വയലൻ്റ് ആവില്ലേ? അയാൾ വരുന്ന അതേ പ്രശ്നങ്ങൾ തന്നെയാണ് ഈ പിള്ളേരിൽ ഈ ഫോൺ കിട്ടാതിരിക്കുന്ന സമയത്ത് വരുന്നത്. എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനി ഞാൻ ഇതിൽ പറയാൻ പോകുന്നത്. നമുക്ക് ഇൻ ദ സെൻസ് ഇപ്പോൾ ഗവൺമെൻറ്റ്സിനും ടെക് കമ്പനീസിനും എന്ത് ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ചാണ് ഞാൻ ആദ്യം പറയുന്നത്. There are 4 main ways that governments and tech companies could improve the virtual world for adolescents. ഒന്ന്, assert a duty of care. ഇപ്പോൾ കുട്ടികളുടെ മാനസിക ആരോഗ്യം അതൊരു ഇമ്പോർട്ടൻ്റ് പ്രശ്നമാണ് എന്നുള്ളത് ഗവൺമെൻറ്റും ടെക് കമ്പനികളും തിരിച്ചറിയണം. ആ മാനസികാരോഗ്യത്തിനെ ഹനിക്കുന്ന രീതിയിലുള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത് ടെക് കമ്പനികൾ നിർത്തണം. ഗവൺമെൻറ് അതിനുള്ള നടപടികൾ ചെയ്യണം. അതാണ് ആദ്യം പറയുന്നത്. അതല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ കമ്പനികൾ എന്ത് ചെയ്യാം, ചൈൽഡ് ഫ്രണ്ട്ലി ആക്കണം, അല്ലെങ്കിൽ അവർക്ക് ബെനിഫിഷ്യൽ ആവുന്ന രീതിയിൽ അവരുടെ പ്രോഡക്ട്സ് മാറ്റിയെടുക്കണം. പിന്നെ ഒരു സജഷൻ, റേസ് ദ ഏജ് ഓഫ് ഇൻ്റർനെറ്റ് അഡൾട്ട്ഹുഡ് ടു 16. 16 വയസ്സാവുന്നവരെ കുട്ടികൾക്ക് ഈ സോഷ്യൽ മീഡിയ ആക്സസ് കൊടുക്കരുത്. ഇൻ്റർനെറ്റ് കൊടുക്കരുത് ഞാൻ പറയില്ല, ഇൻ്റർനെറ്റിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു സോഷ്യൽ മീഡിയയിലേക്കുള്ള ഒരു എൻട്രി അതൊരു 16 വയസ്സ് വരെയും റെസ്ട്രിക്റ്റ് ചെയ്യാനുള്ള നിയമങ്ങൾ അത് ശരിക്കും ഉണ്ട്. അതായത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ പറയുന്നുണ്ട് അവരെ ഏജ് ഓഫ് എൻട്രി എന്ന് പറയുന്നത് 13 അപ്പോൾ 13 വയസ്സിന് താഴെയുള്ള പിള്ളേരെ ഒന്നും കയറാൻ സമ്മതിക്കില്ലെന്ന് അവർ പറയും. പക്ഷേ നമുക്ക് ഈസി ആയിട്ട് ഒരു അക്കൗണ്ട് ഉണ്ടാക്കാം. അതിപ്പോൾ ഈ പോൺ സൈറ്റുകൾ പറയുന്ന പോലെയാണ്. ചില സൈറ്റുകൾ ചോദിക്കും നിങ്ങൾ 18 വയസ്സിന് മുകളിലാണോ? 18 വയസ്സിന് മുകളിലാണ് ടിക്കറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കയറാം.
അതാണ് അവരുടെ ഏജ് വെരിഫിക്കേഷൻ. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഏജ് വെരിഫിക്കേഷൻ. അടുത്ത പോയിന്റ് ഇതാണ്, ഫെസിലിറ്റേറ്റ് ഏജ് വെരിഫിക്കേഷൻ. ഇന്ന് ടെക്നോളജി ഉണ്ട്, കൃത്യമായിട്ട് ഏജ് വെരിഫൈ ചെയ്യാൻ ടെക്നോളജി ഉണ്ട്. പക്ഷേ ഈ സോഷ്യൽ മീഡിയക്കാർ ഇപ്പോഴും അത് യൂസ് ചെയ്യുന്നില്ല. അവരതിനെക്കുറിച്ച് ബോധേഡല്ല. ഇനി ഗവൺമെൻറ്റ്സിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, സ്കൂളുകൾ ഫോൺ ഫ്രീ ആക്കുക. ഇനി ഗവൺമെൻറ്റ്സിനും ഈ പറയുന്ന ടെക് കമ്പനീസ്, ഗവൺമെൻറ്റിന് ഇപ്പോൾ ഈ ഫോൺ ബേസ്ഡ് എക്സ്പീരിയൻസിനെ ലിമിറ്റ് ചെയ്തുകൊണ്ട് മാത്രമായിട്ടില്ല, റിയൽ വേൾഡ് എക്സ്പീരിയൻസ് ബെറ്റർ ആക്കണം. അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒന്ന്, ഇത് US നടക്കുന്ന ഒരു സിനാരിയോ ആണ്. നമുക്ക് ഇവിടെ എത്രമാത്രം അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതായത് ഒരു ലേഡി, ഈ പുസ്തകത്തിനകത്ത് പറയുന്ന ഒരു എക്സാമ്പിളാണ്, ശരിക്കും നടന്ന സംഭവമാണ്. ഒരു മക്ഡൊണാൾഡ്സിൽ വർക്ക് ചെയ്യാണ്, സിംഗിൾ പേരൻ്റാണ്, സിംഗിൾ മദറാണ്. അപ്പോൾ ഇവരെ കുട്ടി 9 വയസ്സുള്ള കുട്ടിയാണ്, പെൺകുട്ടി. അപ്പോൾ അമ്മ ജോലിക്ക് പോകുന്ന സമയത്ത് കുട്ടിക്ക് ഒരു ലാപ്ടോപ്പ് ഉണ്ട്. അപ്പോൾ കുട്ടി അതിനകത്തിരുന്ന് കളിച്ചിരുന്നോളൂ. ഒരു ദിവസം എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലാപ്ടോപ്പ് മോഷണം പോയി. ലാപ്ടോപ്പ് മോഷണം പോയ സമയത്ത് കുട്ടി ചോദിച്ചു, അമ്മ എടുത്തൊരു പാർക്കുണ്ട്, ഞാൻ അവിടെ പോയി കളിച്ചോട്ടെ. അപ്പം അമ്മ പറഞ്ഞു ശരി പൊക്കോ. അങ്ങനെ കുട്ടി ഒറ്റയ്ക്ക് ആ പാർക്കിൽ കളിക്കാൻ പോയി തുടങ്ങി. ശരിക്കും വളരെ സ്വാഭാവികമായി നടക്കേണ്ട ഒരു കാര്യമാണ്, എൻകറേജ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിള്ളേർ സ്വന്തമായിട്ട് നമ്മളുടെ സൂപ്പർവിഷൻ ഇല്ലാതെ അവർ ഓട്ടോണമി, അവർ ആ സ്വാതന്ത്ര്യം ആസ്വദിക്കുക, അനുഭവിക്കുക, അതിലൂടെ പഠിക്കുക എന്നൊക്കെ പറയുന്നത് നടക്കേണ്ട കാര്യമാണ്. പക്ഷെ അവിടെ എന്തുണ്ടായെന്ന് വെച്ചാൽ 3-ാമത്തെ ദിവസം അവിടെ പാർക്കിൽ വന്നൊരമ്മ ഈ കുട്ടിയുടെ അടുത്ത് ചോദിച്ചു, എങ്ങനെയാണ് വന്നേ? ഒറ്റയ്ക്ക് വന്നതെന്ന് പറഞ്ഞു കുട്ടി. അപ്പം അമ്മ എന്തിയെ? അമ്മ വർക്കിന് പോയിക്കാന്ന് പറഞ്ഞു കുട്ടി. ഈ പെണ്ണ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസിനെ വിളിച്ചു വരുത്തി. അവിടെ നെഗ്ലക്റ്റ് ലോസ് ഉണ്ട് US അമ്മേനെ പിടിച്ച് ജയിലിലിട്ടു. 17 ദിവസം ആ അമ്മ ജയിലിൽ കിടന്നു. എന്തിന്? ഈ കുട്ടീനെ ഒറ്റയ്ക്ക് പാർക്കിലേക്ക് വിട്ടേന്. അത് ചെറിയ കുട്ടിയല്ല, 9 വയസ്സുള്ള കുട്ടിയാണെന്ന് ആലോചിക്കണം. ഇനി ഗവൺമെൻറ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം, എൻകറേജ് മോർ പ്ലേ ഇൻ സ്കൂൾസ്. സ്കൂൾ എന്ന് പറയുന്നത് പഠിക്കാൻ മാത്രമുള്ള ഒരു സ്ഥലം അതായി മാറിക്കൊണ്ടിരിക്കുക. പക്ഷെ അങ്ങനെയല്ല, അത് കളിക്കാനുള്ള സ്ഥലം കൂടി ആവണം. ഇനി ഡിസൈൻ ആൻഡ് സോൺ പബ്ലിക് സ്പേസ് വിത്ത് ചിൽഡ്രൻ ഇൻ മൈൻഡ്സ്. കുട്ടികളെ മനസ്സിൽ കണ്ടിട്ട് പബ്ലിക് സ്പേസസ് ഉണ്ടാക്കുക, കുട്ടികൾക്ക് ഒരുമിച്ചിരുന്ന് കളിക്കാൻ, അങ്ങനെയുള്ള പാർക്കുകൾ കൂടുതൽ ഉണ്ടാക്കുക. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. പിന്നെ മോർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, അപ്രന്റീസ്ഷിപ്സ് ആൻഡ് യൂത്ത് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്. ഈ പഠിത്തം എന്നുള്ളത് അതല്ലാതെ വൊക്കേഷണൽ കോഴ്സസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ കൊണ്ടുവരാമെന്ന് പറയാം. സ്കൂളുകൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ചാണ് ഞാൻ ഇനി അടുത്ത് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് ഫോൺ ഫ്രീ സ്കൂൾസ് എന്നൊരു നിലപാടെടുക്കുന്ന സമയത്ത് അതിനോട് സഹകരിക്കുക. ഇപ്പോൾ അമേരിക്കയിൽ കുറേ സ്കൂൾസ് ഉണ്ട്, അവർ പറയും ഫോൺ ഫ്രീ ആണെന്ന് പറയും. പക്ഷേ അവരതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല, അതിന് മാത്രമേ നിരോധനമുള്ളൂ. പിള്ളേർക്ക് ഫോൺ സ്കൂളിൽ കൊണ്ടുപോകാം, അവർക്ക് പോക്കറ്റിൽ അല്ലെങ്കിൽ ബാഗിൽ വെക്കാം. ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇവർ ഫോൺ എന്ത് ചെയ്യണം? എടുത്തു വെക്കണം. എന്നിട്ട് അവർ പറയും ഞങ്ങൾ ഫോൺ ഫ്രീ സ്കൂൾസ് നയം നടപ്പിലാക്കുന്ന സ്കൂളാണെന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. ഫോണുകൾ ഇവർ മേടിച്ചേക്കുക. രാവിലെ പിള്ളേർ വരുന്ന സമയത്ത് ഒരു വോൾട്ട് അല്ലെങ്കിൽ അതിനൊരു സ്ഥലം, ഫോണൊക്കെ എടുത്തു വെക്കാനുള്ളൊരു സ്ഥലം അവിടെ ലോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് പിള്ളേർ സ്കൂൾ കഴിഞ്ഞ് പോകുന്ന സമയത്ത് തിരിച്ച് കൊടുത്ത് വിടുക. പേരൻസിന് ചിലപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവും, പിള്ളേർ വീട്ടിലേക്ക് തന്നെ എത്തുന്നില്ലേ, ഓക്കെ ആ കാര്യത്തിന് ഫോൺ എടുത്തോട്ടെ, കുഴപ്പമില്ല. പക്ഷെ അതിന് സ്മാർട്ട് ഫോൺ വേണമെന്നുള്ളത് ഒരു ചോദ്യമാണ്. എന്തായാലും സ്കൂളുകൾ എന്ത് ചെയ്യുക? ഫോൺ ഫ്രീ ആക്കുക. ഈവൻ പഠനങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞു, ഫോൺ പോക്കലുണ്ടെങ്കിൽ പോലും അറ്റൻഷൻ്റെ പ്രശ്നമുണ്ട്. ഫോൺ ബാഗിലുണ്ടെങ്കിൽ പോലും കുട്ടികൾക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കില്ല, ഫോണിനെ കുറിച്ച് അത് ആലോചിക്കുക. അവരുടെ പഠനത്തിനെ ബാധിക്കുന്നുണ്ടത്, മാനസിക വളർച്ചേനെ, മാനസിക വികാസത്തിനെയൊക്കെ ബാധിക്കുന്നുണ്ട്. സ്കൂളുകൾ ഫോൺ ഫ്രീ ആക്കുക. അതുപോലെ പ്ലേ ഫുൾ ആക്കുക. ഇപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ പഠനം എന്നുള്ള ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമുള്ള ഒരു സ്ഥലമായിട്ട് സ്കൂളുകൾ മാറരുത്. കുട്ടികൾക്ക് കൂടുതൽ കളിക്കാനുള്ള ഇപ്പോൾ ഒരു സജഷൻ അതിനകത്ത് പറയുന്നത് 2-3 സജഷൻസ് ഉണ്ട്. ഒന്ന്, ക്ലാസ് തുറന്നിട്ട് മുന്നേ ഒരു അരമണിക്കൂർ ഗ്രൗണ്ടൊക്കെ തുറന്നു കൊടുക്കുക സ്കൂളിൽ, പിള്ളേർ കളിക്കട്ടെ. അതുപോലെ ഉച്ചയ്ക്കുള്ള സമയം, ലഞ്ച് ടൈമും ബ്രേക്കും കൂടെ ഒരുമിച്ചാണ്. അപ്പോൾ പിള്ളേർ എന്ത് ചെയ്യുക? പെട്ടെന്ന് തന്നെ തിരുന്ന് കളിക്കാൻ പോകും.
ബ്രേക്ക് കഴിഞ്ഞിട്ട് ലഞ്ച് ടൈം ആക്കാം. അതൊരു സജഷൻ. ഉച്ചയ്ക്ക് ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് ലഞ്ച് കഴിക്കുക. ഇനി അടുത്തതാണ് ലെറ്റ് ഗ്രോ പ്രോജക്റ്റ്. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ലെറ്റ് ഗ്രോ പ്രോജക്റ്റ് അത് പാരൻസും അതുപോലെ സ്കൂളും കുട്ടികളും പാരൻസും ഒരുമിച്ച് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ ലെറ്റ് ഗ്രോ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. സ്കൂൾ ഒരു അസൈൻമെൻറ്റ് കൊടുക്കുക, അതായത് കിൻഡർ ഗാർട്ടൻ തൊട്ട് മിഡിൽ സ്കൂൾ വരെയുള്ള കുട്ടികൾക്ക്. അതായത് ഇന്ന് ഒരു കാര്യം അത് പാരൻസായിട്ട് ഡിസ്കസ് ചെയ്യുക. വീട്ടിൽ ഇതുവരെ ചെയ്യാത്തൊരു കാര്യം സ്വയം ചെയ്യുക, കുട്ടികളെ ഒറ്റയ്ക്ക് ചെയ്യുക. അത് ചിലപ്പോൾ അടുത്ത ഗ്രോസറിയിലൊക്കെ പോയിട്ട് സാധനങ്ങൾ മേടിക്കുന്ന, അല്ലെങ്കിൽ മരുന്ന് മേടിക്കാൻ പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ നായ ഉണ്ടെങ്കിൽ നായനെ നടത്തിക്കാൻ കൊണ്ടുവന്നതാവാം. ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്ത് പഠിക്കാം. അതിനാണ് ഈ ലെറ്റ് ഗ്രോ പ്രോജക്റ്റ്. അപ്പോൾ സ്കൂൾ ഇങ്ങനെ ഒരു അസൈൻമെൻറ്റ് കൊടുക്കുക, പിള്ളേർക്ക് സെലക്ട് ചെയ്യുക ഈ ഒരു ലിസ്റ്റിൽ നിന്ന് ആക്ടിവിറ്റി അവർ ചെയ്യേണ്ട കാര്യം. അവരെന്നിട്ട് അത് പാരൻസായിട്ട് ഡിസ്കസ് ചെയ്യുക, എഗ്രി ചെയ്യുക. എന്നിട്ട് ആ കുട്ടികളെ ആ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് അത് ചെയ്യാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് വരും, പാരൻസിനും ആ ഒരു കോൺഫിഡൻസ് വരും. അപ്പോൾ കുട്ടികൾ വളരുന്നുണ്ടെന്നുള്ളൊരു സെൻസ് പാരൻസിനും വരും, തങ്ങൾ മെച്ചുവർ ആവുന്നുണ്ടെന്നുള്ള സെൻസ് പിള്ളേർക്കും വരും. ആ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ലൂപ്പ് അങ്ങനെ വർക്ക് ചെയ്യും. പിള്ളേർക്കും നല്ലതാണ്, അത് പാരൻസിനും നല്ലതാണ്. പിന്നെ ബെറ്റർ റിസസ് ആൻഡ് പ്ലേ ഗ്രൗണ്ട്സ്. ഞാൻ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ സമയം, ഉച്ചയ്ക്കുള്ള ബ്രേക്ക് കുറച്ച് കൂടുതൽ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലത്. അതുപോലെ പ്ലേ ഗ്രൗണ്ട്സ് നന്നാക്കി. ഇപ്പോഴത്തെ സ്കൂളിലെ പ്ലേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു ഗ്രൗണ്ട്, പക്ഷെ അങ്ങനെയല്ലാതെ പിള്ളേർക്ക് ഇൻട്രസ്റ്റിംഗ് ആവുന്ന രീതിയിൽ പ്ലേ ഗ്രൗണ്ട്സ് ഡിസൈൻ ചെയ്യാം. പിന്നെ റീ എൻഗേജ് ബോയ്സിന് പണ്ടത്തെ പോലെ കളി എന്നുള്ള ഒരു വേൾഡിൽ നിന്ന് വല്ലാതെ പിന്നോട്ട് പോയിട്ടുണ്ട് വീഡിയോ ഗെയിംസൊക്കെ വന്നുകൊണ്ട്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആവുന്ന രീതിയിൽ പ്ലാൻസും കാര്യങ്ങളൊക്കെ ചെയ്യുക, പ്ലേ ഗ്രൗണ്ട്സ് ഡിസൈൻ ചെയ്യുക. ഇനി പാരൻസിന് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ പെട്ടെന്ന് പറഞ്ഞ് നിർത്താം, സമയമില്ലാത്തതുകൊണ്ട്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. അതായത് റിയൽ വേൾഡിലെ എക്സ്പീരിയൻസ് ബെറ്റർ ആക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. വെർച്വൽ വേൾഡിലെ എക്സ്പീരിയൻസ് സമയം കുറയ്ക്കുക. ഇനി കൊടുക്കുന്ന സമയം തന്നെ നല്ല രീതിയിൽ അവർക്ക് ഗുണകരമാവുന്ന രീതിയിൽ യൂസ് ചെയ്യാൻ പഠിപ്പിക്കുക. അതായത് ഇപ്പോൾ ഇൻ്റർനെറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഫോണിന് അഗെയിൻസ്റ്റ് ആണെന്നേ ഉള്ളൂ. ഇൻ്റർനെറ്റ് അങ്ങനെയല്ല. ഇൻ്റർനെറ്റ് പിള്ളേർക്ക് പഠിക്കാനുള്ള കുറേ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇനി അതല്ലാതെ തന്നെ ഇപ്പോൾ ഒരു വീഡിയോ കോള്, ഇപ്പം നമ്മുടെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ കോൾ ഒരു നല്ല കാര്യമാണ്. അതിനൊക്കെ അവർ യൂസ് ചെയ്തോട്ടെ, ഫോണും ഇൻ്റർനെറ്റൊക്കെ യൂസ് ചെയ്തോട്ടെ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ എന്താ പറയുക, എംബോഡീഡ് ആണ് ആ കമ്മ്യൂണിക്കേഷൻ, സിങ്ക്രോണസ് ആണ്, റിയൽ വേൾഡിൻ്റെ ഫീച്ചേഴ്സാണ് ഒരു വീഡിയോ കോളിനകത്ത് വരുന്നത്. പിന്നെ റിയൽ വേൾഡ് ഈ വെർച്വൽ വേൾഡ് എക്സ്പീരിയൻസ് ബെറ്റർ ആക്കാൻ വേണ്ടി പാരൻസ് ഈ പാരൻ്റൽ കൺട്രോളിൽ പഠിക്കുക. സോഷ്യൽ മീഡിയയിലൊക്കെ എങ്ങനെ പിള്ളേർക്ക് പ്രശ്നമുള്ള കണ്ടൻസ് വരാതെ ശ്രദ്ധിക്കാന്നുള്ള കാര്യങ്ങളൊക്കെ അത് അറിഞ്ഞു വയ്ക്കുക. അതിനെക്കുറിച്ച് കുട്ടികളെ കൂടുതൽ എന്താ പറയുക കളിക്കാനൊക്കെ വിടുക, ക്യാമ്പിങ്ങിനൊക്കെ വിടുക. പിന്നെ അവർക്ക് ഓരോ വളരുന്നതിനനുസരിച്ച് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുക, വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെ. അപ്പോൾ അവർക്കും ആ ഒരു കോൺഫിഡൻസ് വരും, അവർ ഇതിൻ്റെ ഭാഗമാണ്, വീടിൻ്റെ ഭാഗമാണെന്നുള്ളൊരു ഫീലിംഗ് വരും. അവർക്കൊരു യൂസ്ലെസ്നെസ്, ആ ഒരു ഫീലിംഗ് ഇല്ലാതെ വരും. അത് ഭാവിയിൽ ആങ്സൈറ്റി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതെ സൂക്ഷിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കൺക്ലൂഡ് ചെയ്യാണ്, നമുക്ക് ചൈൽഡ്ഹുഡ് തിരിച്ചു കൊണ്ടുവരിക, പ്ലേ ബേസ്ഡ് ചൈൽഡ്ഹുഡ് തിരിച്ചു കൊണ്ടുവരിക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അതിന് ഹൈസ്കൂളുകളിൽ ഫോൺ ഒഴിവാക്കുക. അതായത് ഹൈസ്കൂൾ വരെ സ്മാർട്ട് ഫോൺസ് വേണ്ട, സോഷ്യൽ മീഡിയ വേണ്ട 16 വയസ്സ് വരെ, ഫോൺ ഫ്രീ സ്കൂൾസ്. പിന്നെ ഫാർ മോർ അൺസൂപ്പർവൈസ്ഡ് പ്ലേ ആൻഡ് ചൈൽഡ്ഹുഡ് ഇൻഡിപെൻഡൻസ്. കുട്ടികൾക്ക് കുറച്ചുകൂടെ ഫ്രീഡം വേണം, ഓട്ടോണമി വേണം. അവർ കളിക്കാൻ പോട്ടെ, കളിക്കാൻ പോകുമ്പോൾ നമ്മൾ പിന്നാലെ നോക്കണ്ട, അവർക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി, പറ്റട്ടെ, അങ്ങനെയൊക്കെ തന്നെയാണ് പഠിക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ടോക്ക് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.